പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വാപ്പയും ഉമ്മയും നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് അവർ രണ്ടുപേരും നമുക്കൊരു തണലായിരുന്നു. നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ. മരണപ്പെട്ടു പോയവരുടെ ഖബറിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മളുടെ ചെറുപ്പകാലങ്ങളിൽ അവർ രണ്ടുപേരും നമുക്ക് തണലായിരുന്നു. ഇനി പ്രായമാകുമ്പോൾ ആ മാതാപിതാക്കൾക്ക് മക്കള് തണലാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വഴിതെറ്റുന്ന സാഹചര്യങ്ങളിൽ, നമ്മൾ വഴിതെറ്റിപ്പോകേണ്ട പ്രായത്ത് നമ്മുടെ ഗുരുനാഥന്മാർ നമുക്ക് തണലായി. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മുടെ കൂട്ടുകാർ നമുക്ക് തണലായി. അത് കഴിയുമ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ നമ്മളുടെ കൂടപ്പുറപ്പും നമ്മളുടെ ഭാര്യയും നമുക്ക് തണലായി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരും ഈ ദുനിയാവിൽ നമുക്ക് തണലായി, താങ്ങായി നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരണത്തിന് ശേഷവും നമുക്ക് തണലാണ് വേണ്ടത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ല. അന്നും അള്ളാഹുവിന്റെ പരലോകം, ആ മഹ്ശറയിലും നമുക്ക് തണലാണ് വേണ്ടത്. 7 വിഭാഗം ആൾക്കാർക്ക് അള്ളാഹു തണല് കൊടുക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, തണലുകൾക്ക് വല്ലാത്ത പ്രാധാന്യമുള്ള ഈ ലോകത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, പരിശുദ്ധമായ റമളാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റമളാൻ അവനൊരു തണലാണ്, ഒരു താങ്ങാണ്. വിശുദ്ധമായ റമളാൻ മാസം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഏത് രീതിയിൽ എടുത്തു നോക്കിയാലും വിശുദ്ധമായ റമളാൻ മാസം ഒരു മനുഷ്യന് താങ്ങാണ്, തണലാണ്. പക്ഷേ മനസ്സിലാക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. വിശുദ്ധമായ റമളാൻ മാസം ഒരു മനുഷ്യന് തണലാകുന്നത് എങ്ങനെയാണ്? ആ വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നതോടൊപ്പം ആ മനുഷ്യന്റെ ജീവിതത്തിലെ സർവ്വ ദുസ്വഭാവങ്ങളും, അവന്റെ ജീവിതത്തിൽ കടന്നുപോയ എല്ലാ മോശമായ പ്രവർത്തനങ്ങളെയും തുടച്ചു നീക്കി കഴുകി വൃത്തിയാക്കി അവനെ ശുദ്ധീകരിക്കുന്ന ഒരു തണലായി വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അനുഗ്രഹങ്ങളുടെ പൂക്കാലം. ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ കൂലി, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള എന്ത് ചെയ്താലും അള്ളാഹു നന്മകൾ വാരിക്കോരി തരുന്ന വിശുദ്ധമായ റമളാൻ. അസ്സലാമു അലൈക്കും. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. സിറാജ് ഖാസിം വാളും നല്ല നല്ല വാളാണ്. എല്ലാവരും നോക്കണം. നല്ല ബിസിൻ വാള്. പിന്നെ ഷെയർ ആക്കണം, ലൈക്ക് കൊണ്ട് ഒത്തണം, പിന്നെ ബെല്ലൈക്കൺ ഒത്തണം. പിന്നെ എല്ലാവരും വലിയ വീഡിയോസ് എല്ലാം നോക്കണം പ്ലീസ്. നിങ്ങൾ സപ്പോർട്ട് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നിങ്ങൾ എല്ലാവരും ഷെയർ ആക്കണം, മാക്സിമം ഷെയർ ആക്കണം, മാക്സിമം. പിന്നെ എൻ്റെ ടൈമെല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ് മെയിനായിട്ട്. പിന്നെ എല്ലാം കോപ്പറേറ്റ് എല്ലാം മെയിൻ. പ്ലീസ് സപ്പോർട്ട് വേണം മെയിനായിട്ട്. ഓക്കെ.